ഞാൻ ഓർത്തുന്നാൽ കൊടുക്കാം എന്നോർത്ത് പിന്നെ രണ്ടാമത്തായത് അതിനൊന്നും ഞാൻ ചെയ്തില്ല. സ്തോത്രം. ആരാധനയെക്കുറിച്ചൊരു വിവരണമാണ് കൊടുക്കേണ്ടത്. വാട്ട് ഈസ് വർഷിപ്പ്? വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് റിയലി? ഇംഗ്ലീഷിൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഉള്ള അർത്ഥം ഗീവ് അൺ ടു ലോർഡ്, ദൈവത്തിന് കൊടുക്കുക എന്നാണ് ആ വർഷിപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിന് കൊടുക്കുക. എന്താ കൊടുക്കാനുള്ളത്? ദൈവത്തിന് കൊടുക്കാനുള്ള സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും എല്ലാം ദൈവത്തിന് കൊടുക്കണം. കാരണം അവൻ മാത്രം അതിനർഹൻ. ദൈവത്തിന് അതെല്ലാം കൊടുക്കണം. സ്തോത്രം. പുതിയ നിയമ ആരാധന എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. റോമാലേഖനം 12:1-2 വായിച്ചേ. ബുദ്ധിയുള്ള ആരാധനയായി സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ബുദ്ധി ഉള്ള ആരാധന എന്നാണ്. ബുദ്ധി കൊണ്ട് ആരാധിക്കുകയല്ല, ബുദ്ധി ഉള്ളവൻ്റെ ആരാധന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോധമുള്ളവൻ്റെ ആരാധന ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ആ ബുദ്ധിയുള്ളവൻ്റെ ആരാധന? നമ്മളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം. അതാണ് പുതിയ നിയമ ആരാധന. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ടത് പുതിയ നിയമത്തിൽ നമ്മെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. നമുക്കുള്ളതല്ല കൊടുക്കേണ്ടത്, നമ്മെ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ജീവനുള്ളതായി കൊടുക്കണം. തർശീസ് സഭയുടെ ദൂതൻ്റെ എഴുതുക എന്നൊരു ഒരു ഭാഗം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1, 2, 3 വാക്യങ്ങൾ. സർസീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ, ജീവൻ ഉള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, നീ മരിച്ചവനാകുന്നു. യാഗവസ്തു ജീവനുള്ളതായിരിക്കണം. നമ്മളെ തന്നെ കൊടുക്കേണ്ടത് ജീവനുള്ളതായിട്ട് വേണം. നമ്മളെ ആരാധനയ്ക്കായി നമ്മളെ തന്നെ യാഗമായി കൊടുക്കുമ്പോൾ ജീവനുള്ളതായിട്ടാണ് കൊടുക്കുന്നത്. ചത്തതിനെ എങ്ങും യാഗം കഴിക്കാറില്ല. യാഗവസ്തു ജീവനുള്ളതായിരിക്കണം. അതിന് അവിടെ പറഞ്ഞ നിങ്ങൾ ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ, മരിച്ചതാണ്. ഈ ന്യൂ ജനറേഷൻ ചർച്ചസ് ഉണ്ടല്ലോ, പുത്തൻ സഭകളൊക്കെ, അവരൊക്കെ ഭയങ്കര ജീവനുണ്ടെന്നാണ് വെയ്പ്പ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി തെറ്റുകൾക്കകത്ത് മരിച്ചു കിടക്കുന്നത്. ഈ മരിച്ചവർക്കെങ്ങനെ യാഗമായി അർപ്പിക്കപ്പെടാൻ കഴിയില്ല, സാധ്യമല്ല. യാഗവസ്തു നമ്മളാണ്, നമ്മളെ തന്നെയാണ് കൊടുക്കുന്നത്. അതിനൊന്നാമത് ജീവൻ വേണം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു. ഇന്ന് നാം പാപങ്ങളിലും അകൃത്യങ്ങളുമായി മൃതരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു. ഇന്ന് നാം ജീവനുള്ളവരാണ്. കർത്താവ് വന്നത് നമുക്ക് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനുമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം നമ്മെ തന്നെ അർപ്പിക്കുമ്പോൾ ജീവനുള്ളതായിട്ട് വേണം അർപ്പിക്കാൻ. ഇവിടെ വന്നിരുന്ന ചത്തേ ചതഞ്ഞ് അതാണ് ആരാധന അല്ല. നമ്മൾ ആരാധിക്കുമ്പോൾ തന്നെ എല്ലാവരും കൈയടിച്ച് അത്യുച്ചത്തിൽ ശക്തിയോടാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സമൃദ്ധിയായ ജീവൻ നമ്മുടെ ആരാധനയോട് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ആരും നിശബ്ദരായിട്ടിരിക്കാറില്ല, വെറുതെ കുത്തിയിരിക്കാറില്ല. ആരാധിക്കുമ്പോൾ എല്ലാവരും ആരാധനയിൽ ശക്തമായി പങ്കുകൊള്ളുകയാണ്. സ്വന്തം. അപ്പോൾ പുതിയ നിയമ ആരാധന ശക്തിയുടേതാണ്, ജീവനുള്ള ആരാധനയാണ്. ചത്താരാധന ചിലത് പറയാൻ അവിടെ ചെന്ന് ചത്ത ആരാധനയായിരുന്നു, കേട്ടിട്ടുണ്ടല്ലോ. ആരും അനക്കത്തില്ല. ശ്മശാനത്തിലെ നിശബ്ദത പോലെ അനക്കമില്ല. പാട്ട് പാടുക എന്നേലും ഒക്കെ ചത്തേ ചതയെന്ന് പറഞ്ഞുള്ള പാട്ട്, എന്താ ജയമേ, ആ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉള്ള സന്തോഷം പോയി, എല്ലാം പോയി, ആരാധന ശക്തി നഷ്ടപ്പെട്ടു, എല്ലാം പോയി കളയും. എന്നാൽ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ,
അപ്പോൾ ആ പാട്ടിനകത്ത് തന്നെ ഈ ചത്തയെ ചരിഞ്ഞു എന്നുള്ള രീതിയല്ല, ആത്മശക്തിയോടെയാണ്. ആ പാട്ടിനകത്ത് തന്നെ ആരാധനയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് പാട്ടുകൾക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗത്തിലെ സാത്താൻ്റെ ലീഡർ ലൂസിഫർ വിചാരിച്ചു, ഞാനാണ് മ്യൂസിക് ഡയറക്ടർ, ഞാനില്ലെങ്കിൽ ഇവിടുത്തെ ആരാധന മുഴുവൻ കെട്ടടങ്ങും. പാട്ടില്ലാതെന്തോ ആരാധനയുള്ള ഞാനല്ലേ പാട്ടിലെ ലീഡർ. ആ ലൂസിഫറിൻ്റെ ചിറകങ്ങോട്ട് ഉയർത്തി കഴിയുമ്പോൾ, വിരിച്ചു കഴിഞ്ഞാൽ അനേക വാദ്യോപകരണങ്ങൾ ചേർത്തുള്ള പാട്ടിൻ്റെ സൗണ്ടാണ് ഹല്ലേലൂയ കേൾക്കുന്നത്. അതിനിടയ്ക്ക് അവിടെ പൊങ്ങുന്നത് ഹല്ലേലൂയ എന്ന സൗണ്ടാണ്. അപ്പോൾ ഈ ആരാധനയുടെ ഈ വാദ്യോപകരണങ്ങളുടെ എല്ലാം സൗണ്ട് ഇത് വന്നപ്പോൾ അവൻ മനസ്സിലാക്കി, ഞാനില്ലെങ്കിൽ ആരാധന കുഴഞ്ഞു, ഇവിടെ ഒന്നും നടക്കത്തില്ല. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സിംഹാസനം മേളിൽ എൻ്റെ സിംഹാസനം വെച്ചറിയാൻ ഞാൻ യോഗ്യനാണ്. ഇങ്ങനൊരു കാര്യം ഹൃദയത്തിൽ ചിന്തിച്ചേ ഉള്ളൂ. ഹൃദയത്തിലെ ചിന്തനങ്ങളെ അറിഞ്ഞ ദൈവം അവനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി കളഞ്ഞു, അവനെ തട്ടി താഴെ കളഞ്ഞു. അപ്പം നാം അഹന്ത ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അഹങ്കാരം ഒട്ടും വേണ്ട. ആരാധിക്കപ്പെടുന്ന ദൈവജനം താഴ്മ ധരിച്ചുകൊണ്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. എന്നാൽ ആരാധനയിൽ വെറുതെ ഇരിക്കുന്നതല്ല താഴ്മ, ആരാധിക്കുന്നതാണ്, ഉണർവുണ്ടാക്കുന്നതാണ് അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മെ തന്നെ കൊടുക്കണം, അതാണ് ആരാധന. അപ്പോൾ ജീവനുള്ളതായിട്ട് വേണം കൊടുക്കാൻ. സർദീസ് സഭ, സർദീസ് എന്ന് പറഞ്ഞാൽ നവീകരിക്കപ്പെട്ടതെന്ന് അർത്ഥം. നവീകരിക്കപ്പെട്ട സഭയില്ല, പക്ഷെങ്കിൽ ജീവനെ ഉണ്ടെന്ന് പേരേ ഉള്ളൂ, ചത്തതാണ്, മരിച്ചതാണ്. ലേവല് ജീവനുണ്ടെന്നാണ്, പക്ഷെ അകം മുഴുവൻ ചത്തി കിടക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. ഇത് നാം ആരാധനയുടെ ഓരോ ലെവലിലേക്ക് വരിക, ഓരോ ഡിവിഷൻസിലേക്ക് വരാൻ പോവുകയാണ്. ലേവ്യ പുസ്തകത്തിലാണ് യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആരാധന യാഗമാണ്. നാം റോമാലേഖനത്തിൽ വായിച്ചതിൻ്റെതാണ്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പം ആരാധന യാഗമാണ്. ഹല്ലേലൂയ. നാം ഇനിയും അതോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ വേഗം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അവർ എന്തോത്തിനും പോവുകയാണ്? അവർ ആരാധന കഴിഞ്ഞ് മടങ്ങി വരാമെന്നാണ് പറഞ്ഞത്. യാഗത്തിനായി പോവുകയാണ്. യാഗം കഴിക്കും. നിന്റെ മകനെ, ഏകജാതനായ മകനെ നീ യാഗം കഴിക്കണം. മോറിയ ദേശത്ത് കൊണ്ടുവന്ന് ഞാൻ കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം എന്നാണ് യഹോവ ദൈവം കൽപ്പിച്ചിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ് ഒരുക്കപ്പെട്ട് പോകുന്നത്? യാഗത്തിനായിട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. പക്ഷേ സാധാരണ ആട് കൂടെയുണ്ട്, ആടിനെ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് യാഗത്തിനായി പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു മൃഗത്തെ യാഗം കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള വിറകിൻ്റെ കെട്ട് ഉണ്ട്. അത് കഴുതയുടെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അവർ നടക്കുകയാണ്. ദൂരെ നിന്ന് കണ്ടു ആരാധന നടക്കേണ്ട സ്ഥലം, യാഗം നടത്തേണ്ട സ്ഥലം കണ്ടു. മോറിയാദേശം, ആ മല കണ്ടു. അതുകൊണ്ട് ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതകളുമായി ഇവിടെ നിൽപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. യാഗം കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് പറയുന്നിടത്ത് പറയുന്നത് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. യാഗം ആരാധനയാണ്. ഹല്ലേലൂയ. അങ്ങനെ ചെന്നു പോകുന്ന വഴിയിൽ ആ മകൻ ഇസഹാക്ക് അപ്പനോടൊരു കാര്യം ചോദിച്ചു. അപ്പോൾ തീയും വിറകും കത്തിയും ഒക്കെ ഉണ്ട്, എന്ത് ചെയ്യും? ആടെന്ത് ചെയ്യും? യാഗത്തിലുള്ള ആട്ടിൻകുട്ടി എന്ത് ചെയ്യും? ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ മകനെ യാഗം കഴിക്കാനല്ലേ ദൈവം കൽപ്പിച്ച്, അതിനായിട്ടാണ് പോകുന്നത്. ആ ഒരുക്കത്തോട് തന്നെയാണ് പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിനകത്ത് ഒരു ഇടിവെട്ട് പോലെ ഉണ്ടായി. മോനോട് പറഞ്ഞു, മോനെ, അപ്പോൾ ആടെന്തേ ചോദിച്ചപ്പോൾ, മോനെ, ദൈവം ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. നോക്കിക്കൊള്ളുമെന്ന് വെച്ചാൽ അതിനർത്ഥം കരുതിക്കൊള്ളും തന്നെയാണ്. മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം കരുതിക്കൊള്ളുമെന്നാണ്. ദൈവം കരുതിക്കൊള്ളുന്നേ. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ മകൻ അത് മനസ്സിലായില്ല. ദൈവം കരുതിക്കൊള്ളുമെന്ന്. അവിടെ ആരെ കരുതാനായിട്ട് ആരവിടെ കൊണ്ടുവന്ന് തരും? എങ്ങനെ നടക്കും? ഇതിവനെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തൊരു ആരാധനയുടെ തത്വം ഞാൻ നിങ്ങൾ പറയുകയാണ്. ആരാധനക്കാരനായി ഇവിടെ പോകുന്നത് ആരാണ്? യാഗം അർപ്പിക്കപ്പെടാൻ പോകുന്നവൻ ഇസഹാക്കാണ്. ആ കഴുതയുടെ പുറത്തുനിന്ന് ചുമടെടുത്ത് ഇസഹാക്കിൻ്റെ ചുമയിൽ വെച്ചു. ആ വലിയ വിറക് കെട്ടിൻ്റെ ഭാരം
ഇസഹാക്കിൻ്റെ ചുമലിൽ ചെന്നപ്പോൾ ഏകദേശം 17 വയസ്സിൽ ചെല്ലുവാനുമുണ്ട്. 17-18 വയസ്സുള്ളവൻ. അവൻ അരോഗത്തിലാകാത്തനാണ്. അവൻ്റെ ചുമലിലേക്ക് ഈ വിറകിൻ്റെ കെട്ടി ചെന്നപ്പോൾ അവൻ കുനിഞ്ഞിങ്ങനെ അതേ പിടിച്ചുകൊണ്ടാണ് കുനിഞ്ഞാണ് നടക്കുന്നത്. ഭാരവും പേറിയാണ് ആരാധനയ്ക്കായി വരുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ. ഇന്നിവിടെ വന്നിരിക്കുന്നവർ പലവിധ ഭാരങ്ങളുണ്ട് മനസ്സിൽ. കുഞ്ഞുങ്ങളുടെ എക്സാമിൻ്റെ കാര്യം, അതിന് നല്ല മാർക്ക് കിട്ടി പാസ്സാകണം, വലിയ വിഷമമാണ്, അതൊരു ഭാരമാണ്. വേറൊരു ജോലി കിട്ടി പോകാൻ പറ്റിയത് നന്നായിരുന്നു, അതൊരു ഭാരം. മറ്റൊരു പണിയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല, അതൊരു ഭാരം. ജോലി മണ്ഡലങ്ങൾ ശരിയാകുന്നില്ല, ഇതൊരു ഭാരം. ഈ ഭാരമായിട്ടെല്ലാമാണ് ആരാധനയ്ക്ക് വരുന്നത്. യാഗമായി അർപ്പിക്കാൻ വന്നിരിക്കുക. ഹല്ലേലൂയ. ഒന്നാമത് ആരാധനക്കാരന് ഭാരമുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഭാരം നമ്മുടെ ചുവലിലല്ല, നമ്മുടെ മനസ്സിലും നമ്മുടെ തലയിൽ സ്മൃതി മണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ബുദ്ധിയിൽ ഇതെല്ലാം കൂടി വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുക. രണ്ടാമത് മാനോട് പറഞ്ഞു, മോനെ ദൈവം കരുതിക്കൊള്ളുന്നു. അപ്പോൾ തനിക്കൊരു സംശയമാണ്, ആടില്ലാതെ എങ്ങനെ ആരാധനയ്ക്ക് പോകുന്നത്, ആടില്ലാതെ എങ്ങനെ യാഗം നടത്താൻ പോകുന്നത്? ഈ സംശയം അപ്പൻ പറയുന്നു, അവിടെ ദൈവം ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. എന്നിട്ടും സംശയം മാറുന്നില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടുന്നില്ല. ശരിക്കും മോനെ, നാം അവിടെ ചെല്ലുമ്പോൾ ഒരു ആട്ടിൻകുട്ടി നമ്മൾ യാഗപീഠമെല്ലാം പണിത് കഴിയുമ്പോൾ അവിടെ ഒരു കുറ്റിക്കാലിൽ കുരുങ്ങി കിടക്കുന്ന കാണും, നമ്മൾ അതിനെ എടുത്ത് യാഗം കഴിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉത്തരം ശരിയാനെ. അപ്പോൾ അവന് സംശയം മാറിയിട്ടില്ല. ആരാധനക്കാരൻ ഒന്നാമത് ഭാരമുണ്ട്, മറ്റു ചില സംശയങ്ങളുണ്ട്. ഞങ്ങളുടെ അയൽവക്കക്കാരൻ കുടിച്ച് തലകുത്തി കിടക്കുകയാണ്. അവൻ്റെ പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല, അവരാണ്ട് പേർഷ്യയിലാണ്, അവർ അമേരിക്കയിൽ പോകുന്നു, അവിടെ ഒരു കുഴപ്പമില്ല. ദൈവത്തിന് വേണ്ടാത്ത ജാതികളാണ് അവർ, എന്നിട്ടും അവർക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ ദൈവത്തെ 3 പേരും ആരാധിക്കുന്നവർ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം മാറുന്നില്ല. ഇതെന്തോ കാര്യമാണ്, ഒരു വല്ലാത്ത സംശയം. ഇതെന്തൊരു വായിലാണ്, ഇതെന്താ ഇങ്ങനെ അടങ്ങുന്നത്? സംശയമാണ്. അതിന് ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നാളുകളായി കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ഭാരം ഒഴിഞ്ഞിട്ടില്ല, ഭാരമുണ്ട്, സംശയങ്ങൾ നിൽക്കുന്നു, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ഇതുമായിട്ടാണ് ആരാധനയ്ക്കായി വരുന്നത്, ആരാധനയ്ക്കായി അവിടെ ചെന്നത്. അവിടെ ചെന്നു യാഗപീഠം പണിതു. ഇസഹാക്കിനെ അവിടെ പറഞ്ഞു കയറി കിടക്കാൻ പറഞ്ഞു. അവൻ കയറി യാഗപീഠത്തിൽ കിടന്നു. ഇസഹാക്ക് യേശുക്രിസ്തുവിൻ നിഴലാണ്. നാം ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്, ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിക്കുന്നവനായി തീർന്നു. അപ്പോൾ ക്രിസ്തുവിൻ നിഴലാണ് ആ ഇസഹാക്ക്. കയറി കിടക്കാൻ പറഞ്ഞു. അവൻ കയറി കിടന്നു. അവൻ്റെ കൈകാലുകൾ പിതാവ് ബന്ധിച്ചു. ഹല്ലേലൂയ. അവനെ വെട്ടാനായി കത്തി ഉയർത്തിയപ്പോൾ ഹല്ലേലൂയ ഒരു ശബ്ദം കേൾക്കുന്നു, അബ്രഹാമേ അബ്രഹാമേ, ബാലിന്റെ മേൽ കൈവെക്കരുത്. അവൻ്റെ കയ്യെ തടഞ്ഞു. ആരോ തടച്ചപ്പെടുത്തിയ ആ സംസാരം കൊണ്ട്, ആ വാക്കുകൊണ്ട് അവൻ പെട്ടെന്ന് കൈ അങ്ങനെ തന്നെ താഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടി കുറ്റിക്കാടിൽ കുരുങ്ങി കിടക്കുന്നു. ഹല്ലേലൂയ. അവൻ ഓടിച്ചെന്ന് അതിനെ അഴിച്ചോട് കൊണ്ടുവന്നു. അതിനെ അവിടെ നിർത്തിയിട്ട് മകൻ്റെ കെട്ടികൾ അഴിച്ചു. ഈ ആട്ടിൻകുട്ടിയെ ആ യാഗപീഠത്തിൽ ഇസഹാക്കിന് പകരമായി യാഗം കഴിക്കുന്നു. ഹല്ലേലൂയ. യാതൊരു പാപവും ചെയ്യാത്ത ആ ആട് ഹല്ലേലൂയ യാഗമായി തീരുന്നു. ആർക്ക് വേണ്ടി? യേശുക്രിസ്തു ഒരു പാപവും ചെയ്തിട്ടില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല. ഒരു പാപവും ചെയ്യാത്തവന്റെ മേൽ നമ്മുടെ പാപങ്ങളെ പിതാവായ ദൈവം ചുമത്തിയത് കൊണ്ടാണ് നമുക്ക് പകരമായി യേശുവിനെ യാഗമാക്കിയത്. ഹല്ലേലൂയ. ആ യാഗത്തിൽ കൂടെ നാം വീണ്ടെടുക്കപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു പാപം ചെയ്ത ആട് അവിടെ യാഗമായി തീർന്നു. അങ്ങനെ ഇസഹാക്കുമായി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇസഹാക്കിനെ നോക്കിയേ, ഭാരമുണ്ടോ? ഇപ്പം ചുമലിൽ ഇല്ല, വിറകേട്ട് പോയി. സംശയം മാറിയോ? മാറി. ഹല്ലേലൂയ. ഉത്തരം കിട്ടിയോ? ഉത്തരവും കിട്ടി. ഹല്ലേലൂയ. സ്വർഗീയ വെളിപ്പാടുകൾ പ്രാപിച്ചവനായി അവൻ മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. അബ്രഹാമും ഇസഹാക്കും കൂടെ മടങ്ങി വരിക. താൻ പോകാൻ നേരം മാലിക്കാരൻ പറഞ്ഞ എന്തുവാ? ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. ആരാധന കഴിഞ്ഞ് ഇംഗ്ലീഷിൽ വായിച്ചു നോക്കി കഴിഞ്ഞാൽ
ഞങ്ങളും മടങ്ങി വരാമെന്നാണ്. ഹല്ലേലൂയ. പോകുമ്പോൾ തന്നെ ആ വിശ്വാസത്തിലാണ് പറയുന്നത്, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരാം. ഹല്ലേലൂയ. ഞങ്ങൾ തന്നെ ആരാധന കഴിഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനിയും നമുക്ക് യാഗത്തിൻ്റെ വിവിധമായ സ്റ്റേജുകളെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ലേവ്യ പുസ്തകത്തിലേക്ക് വരാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. സ്തോത്രം. ഹോമയാഗം മൃഗം, ഹോമയാഗം കഴിക്കാൻ പോവുകയാണ്. ആ യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം, കളങ്കമില്ലാത്തതായിരിക്കണം, കളങ്കമില്ലാത്തതായിരിക്കണം യാഗം അർപ്പിപ്പെടേണ്ട ആ മൃഗം. അപ്പം നാം യാഗമായി നമ്മെ തന്നെ അർപ്പിക്കുകയാണെങ്കിൽ പാപത്തോടു കൂടി വേണ്ട, പാപരഹിതമായിട്ട് വേണം നമ്മളെ അർപ്പിക്കുവാൻ. സ്തോത്രം. ജീവനുള്ള ആരാധനയായി നമ്മെ അർപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ജീവനുള്ളതായിരിക്കണം. ഒന്നാമത് നാം യാഗവസ്തുവായി അർപ്പിക്കപ്പെടേണ്ടവർ ജീവനുള്ളതായിരിക്കണം. ഞാൻ ഇതിനുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറയട്ടെ. ഒരു യഹൂദൻ തൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരു കാടക്കിടാവിനെ യാഗം കഴിക്കാനായി തീരുമാനിച്ചു. അതിനെ ഇങ്ങനെ കാളക്കിടാക്കളെ ഈ മേടിക്കുന്ന കാളകളെയും ആടുകളെയും സമാഗമന കൂടാരത്തിൻ്റെ അടുക്കൽ തന്നെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലമുണ്ട്, അത് വെക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് ഒരു 3 യഹൂദന്മാർ ഇരിക്കട്ടെ, ഞാൻ ഉദാഹരണമായി പറയുകയാണ്. ഒരു ധനാഢ്യനായ യഹൂദൻ വന്നു, കാളകളെ വെക്കുന്ന ഇടത്ത് വന്നപ്പോൾ വളരെ മനോഹരമായൊരു കാള, കറുപ്പും വെളുപ്പും ചുവപ്പും പുള്ളികളുള്ള ഒരു നല്ല തടിച്ചു കൊടുത്ത കാളക്കിടാവിനെ കണ്ടു. അതിന് എന്താ വില വേണമെന്ന് ചോദിച്ചു. ഉടമസ്ഥൻ പറഞ്ഞു, ഇത് 2000 ദിനാറാണ്. ഓക്കെ, അവന് കാശുണ്ട്. അവൻ 2000 ദിനാർ കൊടുത്തിട്ട് അതിനെ വിലയ്ക്ക് വാങ്ങി. അതിൻ്റെ കഴുത്തിൽ കെട്ടിരിക്കുന്ന കയറെ അവൻ്റെ ബാല്യക്കാരൻ്റെ കൊടുത്തു. ആ ധനാഢ്യനായ മനുഷ്യൻ മുമ്പേ നടന്നു, അതിൻ്റെ പുറകെ ഈ കയറെ പിടിച്ചുകൊണ്ട് ബാല്യക്കാരൻ നടക്കുകയാണ്. രണ്ടാമത് ഒരു മിഡിൽ ക്ലാസ്സുകാരൻ വരികയാണ്. അവൻ തർക്കമില്ലാത്ത സാമ്പത്തികമുള്ളവരാണ്. അവൻ വന്നു, കാളകളെ വെക്കുന്ന അടുത്ത് വന്നു. നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത മൃഗങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ആ നല്ല വണ്ണം പോയി കഴിഞ്ഞു. ഇനിയുള്ളത് നല്ല മിനിമിന തിളങ്ങുന്ന കറുപ്പ്, മിനിമിന തിന്നുന്ന കറുപ്പുള്ള ഒരു മൃഗത്തെ, ഒരു കാളക്കിടാവിനെ കണ്ടു. നല്ല അഴകുള്ള കറുപ്പ്. അതിനെ കണ്ടപ്പോൾ ഇതിനെന്താ വില കൊണ്ടെന്ന് ചോദിച്ചു. അതിനവൻ ചോദിച്ചു 1000 ദിനാർ, അതിൻ്റെ പകുതി. ആ ദിനാർ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. അവനും തിരക്കേടില്ല, ആ പൈസ കൊടുത്തിട്ട് വിലയ്ക്ക് വാങ്ങി. അതിൻ്റെ ബാല്യക്കാരൻ അതിനെ കയറെ പിടിച്ചു, ഇതിൻ്റെ പുറകെ അടക്കുകയാണ്. അടുത്ത 3-ാമതൊരാൾ വരുന്നു. അവൻ പാവപ്പെട്ടവനാണ്. അവൻ്റെ വസ്ത്രമൊക്കെ കണ്ടം വെച്ചതാണ്, കീറി തയ്ച്ചതാണ്. അവൻ വന്നു, ക്ഷീണിച്ച മനുഷ്യനാണ്, കവിളൊട്ടി ക്ഷീണിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ വന്ന് കാളകളെ വിൽക്കുന്ന ഇടത്ത് വന്നു. അപ്പം ഇതിനെന്താ വില വേണം? അതിന് വില ചോദിച്ചത് 800 ദിനാർ ചോദിച്ചത് 800 ദിനാർ കൊടുക്കാൻ അവനിക്കാറില്ല. അവൻ നോക്കിയിട്ട് പറഞ്ഞു, വേറൊരെണ്ണം കുറേ കൂടി ചവിണ്ട നിറമുള്ള ഒരെണ്ണം, ഇതിനെന്തോ വില വേണം? അതിന് 400. അവൻ ആ 400 കൊടുത്ത് അതിനെ വാങ്ങി. അവൻ്റെ കൂടെ ബാല്യക്കാരനില്ല, അവൻ തന്നെ അതിൻ്റെ കയറെ പിടിച്ചുകൊണ്ട് പോയി. അപ്പം പുരോഹിതൻ്റെ മുമ്പിൽ ചെന്നു യാഗം അർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ നോക്കിയപ്പോൾ 3 പേരുടെയും മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ. ഒരുത്തന്നെ ഏറ്റവും വില കൂടിയതാണ്, 2000-ൻ്റേതാണ്. അപ്പോൾ അവൻ വലിയ ഗമയിൽ നിൽക്കുകയാണ്. പുരോഹിതൻ ഈ കാഴ്ച കണ്ടു. അവൻ്റെ ഗമ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്, യാഗത്തിന് വന്നതാണ്. രണ്ടാമത്തവനും വിട്ടിട്ടില്ല, അവൻ്റെയും 1000-ൻ്റെയാണ്. അതിൽ കൂടിയത് അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് മേടിച്ചത് 1000. അതും മിനുവിനെ തിളങ്ങുന്ന കറുപ്പാണ്. അവനും തിളപ്പില്ലാതെ നിൽക്കുക, അവൻ്റെ മുഖഭാവം അവനും വലിയ ഗൗരവത്തിരിക്കുക. മറ്റൊരാളെങ്കിൽ എങ്ങും ആരെയും സമ്മതിക്കുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്. 3-ാമത്തവൻ പാവം ഓച്ചാനിച്ച് നിൽക്കുകയാണ്, ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. അവർ പലപ്പോഴും 2 പേരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറച്ച് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റേജ് കണ്ടു കഴിഞ്ഞപ്പോൾ, ആ ഒരു നിലവാരം കണ്ടു കഴിഞ്ഞപ്പോൾ പുരോഹിതന് മനസ്സിൽ ഭയങ്കര പ്രയാസം. ആരാധനയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ? ഇതിന് വ്യത്യാസം എന്താ ഉണ്ടാകുന്നത്? ആരാധനയ്ക്ക് വരുമ്പോൾ എല്ലാവരും ഒരുപോലല്ലേ? അങ്ങനെയല്ലേ ഇരിക്കേണ്ടേ? പരിശുദ്ധാത്മാവിന് വ്യത്യാസങ്ങളുണ്ടോ? വ്യത്യാസങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഭാവവ്യത്യാസങ്ങൾ എന്തുകൊണ്ട് വന്നു? അതൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത് ഇതിനെയെല്ലാം ഊനമില്ലാത്തതിനെല്ലാം നോക്കി, ഊനമുണ്ടോ? ഇല്ല. ഒന്നിനും അതിൻ്റെ മുടി പൊഴിഞ്ഞിട്ടില്ല, രോമം പൊഴിഞ്ഞിട്ടില്ല, കുളമ്പ് രോഗമൊന്നുമില്ല. എല്ലാം നോക്കി അത് ഊനമൊന്നും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കി. പിന്നെ അടുത്ത എന്തോ വേണ്ടി അതിനെ അർപ്പിക്കണം, അതിനെ അറക്കണം. അതെല്ലാം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം,
അഹരോന്റെ പുത്രന്മാരായ കാളക്കിടാവിനെ അറുക്കണം. രണ്ടാമതായി കൊല്ലാൻ പോവുകയാണ്. ഇതിനെ കൊല്ലാൻ പോവുക. കൊല്ലുമ്പോൾ ഒന്നാമത് വില കൂടിയ 2000-ൻ്റെ ആളെ നിൽക്കുകയാണ്, അവൻ്റെയാണ് ആദ്യം അറക്കുന്നത്. രണ്ടാമത്തവൻ്റെ മിനിമിന തിളങ്ങുന്ന കരപ്പുള്ളതിനെയും അറക്കുകയാണ്, രണ്ടാമത്തിൻ്റെയാണ്. ഓരോരുത്തൻ്റെ അടുക്കൽ അതിൻ്റെ ഉടമസ്ഥൻ തന്നെ നിൽക്കുകയാണ്. മൂന്നാമത്തെ ആളിൻ്റെ പാവപ്പെട്ടവൻ്റെ ചുണ്ട നിറമുള്ളതാണ്, അതിൻ്റെയും വറുത്ത് കഴിയും. അപ്പോൾ ഈ 3 പേരുടെയും ഭാവവ്യത്യാസം കണ്ടപ്പോൾ പുരോഹിതരുടെ കാര്യം തീരുമാനിച്ചു. ഈ കറുപ്പും ചുവപ്പും പുളിപ്പും വെളുപ്പും വെള്ളിയാണല്ലോ ഇതിന് ഇത്രയും വില വരുത്തിയത്. മറ്റേ മനിമനാ തിളയ്ക്കുന്ന കറുപ്പാണല്ലോ വില വരുത്തിയത്. പാവപ്പെട്ടവരുടെ ചുണ്ട നിറമാണല്ലോ ആ വില കുറഞ്ഞതാക്കിയത്. അതൊരു പുരോഹിതൻ എന്ത് ചെയ്തറിയാമോ? അടുത്തത് അവിടെ വായിക്കുന്നു, അവൻ ആകമൃഗത്തിൻ്റെ തോൽ ഉരിച്ചു. അതിൻ്റെ 6-ാമത്തെ വാക്യം, അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ചു. ആ 3 മൃഗങ്ങളുടെ തോലം കുരിച്ചു. തോലുരിച്ചു കഴിഞ്ഞപ്പം 2000-ന് വിലയുള്ള കറുപ്പും ചുവപ്പും വെളുപ്പും പുള്ളികളുടെ തോലുരിച്ചു മാറ്റി. മെലിമന തിളങ്ങുന്ന കറുപ്പ് ആ തോല് ഉരിച്ചു മാറ്റി. പാവപ്പെട്ടവൻ്റെ ചുണ്ട കളറിൻ്റെ തോല് ഉരിച്ചു മാറ്റി. അപ്പോൾ യാഗവസ്തുക്കളെല്ലാം ഒരുപോലെയായി. ഹല്ലേലൂയ. 3 പേരുടെ ഭാവവ്യത്യാസം ഗൗരവത്തിനെല്ലാം മാറ്റം വന്നു. എടാ ഇതിപ്പോൾ എന്താണ് എല്ലാം ഒരുപോലെ ആയിരുന്നു. സ്വതന്ത്രം തീർച്ചയായും അങ്ങനെയാണ്. ആരാധനയ്ക്ക് വരുമ്പോൾ ഹല്ലേലൂയ ആരുടെയും ധനമഹാത്മ്യമോ കഴിവുകളോ സൗന്ദര്യമോ നിറമോ ഒന്നും നോട്ടമില്ല, ഒന്നും വിഷയമല്ല. ദൈവസ്ഥലത്തിൽ വരുമ്പോൾ ആരാധനക്കാരെല്ലാവരും ഒരുപോലെയാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത്. കർത്താവ് അങ്ങനെയാണ് എല്ലാവരെയും കാണുന്നത്. യാഗത്തിനായി വരുമ്പോൾ യാഗവസ്തു എല്ലാം ഒരുപോലെയാകണം. അങ്ങനെയാക്കി. ഹല്ലേലൂയ. മുറിച്ച് കഴിഞ്ഞിട്ട് തോലുരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കണ്ണമായി നുറുക്കണം. അതിന് കണ്ണമായി നുറുക്കുന്നേ. കണ്ണമായി നുറുക്കാതെ അത് തോല് മാത്രം ഉരുത്തി കഴിഞ്ഞാൽ കാലും കൂടെ പുറത്തോട്ട് കിടക്കും അല്ലേ? യാഗപീഠത്തിൻ്റെ പുറത്തോട്ട് കിടക്കും. അതേ രീതിയിൽ ദഹിപ്പിച്ചാൽ കയ്യും കാലും ദഹിക്കത്തില്ല. തല മാത്രം ഇട മാത്രമേ ദഹിക്കത്തുള്ളൂ, തലയും ദഹിക്കത്തില്ല. ഇട മാത്രമേ അല്ലേ യാഗപീഠത്തിൽ കിടക്കുള്ളൂ. അതുകൊണ്ടാണ് ചില കക്ഷികളുണ്ടല്ലോ യാഗം കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് പോയാലും അവൻ്റെ നടപ്പ് ശരിയാകത്തില്ല, കാല് ദഹിച്ചല്ല. വിട്ട് കഴിഞ്ഞാൽ ആരാധന കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഓടുന്നത് അവൻ്റെ പുറകെ പോയാൽ കണ്ടുപിടിച്ചോണം അവൻ എങ്ങോട്ടാണ് പോകുന്നത്. അവൻ്റെ കൈ ദൈവത്തോട് കൊടുക്കുന്നതിൽ അവൻ്റെ കൈ ഒട്ടും നേരെയല്ല. കാരണം അവൻ്റെ കൈ ദഹിച്ചിട്ടില്ല. സ്വത്രം. മറ്റൊന്ന് തല ദഹിച്ചിട്ടില്ല. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവൻ കൈ കൊട്ടി എന്താ നാടാ ഇത്ര വലിയ ബഹളം വെക്കുന്നത്? ദൈവം നടിക്കൊണ്ടെന്നല്ലേ പ്രാർത്ഥിച്ചേ? ഇത്രയും ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് പെരുക്കിയാട്ടെ, ചെവി പൊട്ടുന്നു, ഇച്ചിരി പെരുക്കിയാട്ടെ. ഇതെവിടെ നിന്ന് വരുന്നതാണ്? തലമണ്ടയിൽ നിന്ന് വരുന്ന ആലോചനയാണ്. കാരണം അവൻ്റെ തല ദഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് യാഗം കഴിയുമ്പോൾ കൈയും കാലും തലമണ്ടയും ഉടലും പൂർണ്ണമായും ഞണ്ണം മുറുക്കിയെങ്കിൽ മാത്രമേ അതെല്ലാം ദഹിക്കത്തുള്ളൂ. അപ്പോൾ ഒരു മാംസപിണ്ഡമായി അത് യാഗപീഠത്തിൽ വരുമ്പോഴാണ് ഹല്ലേലൂയ അതിൽ സ്വർഗത്തിൻ്റെ തീ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന് സുഗ്രാഹ്യമായ ആ പുക മണക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് സുഗ്രാഹ്യമായൊരു യാഗമായി തീരും. ഇതെന്തിനാണ് ഈ തല ഇങ്ങനെ ഞുറുക്കുന്നത്? തലയെന്തിനാണ് ഞുറുക്കുന്നത്? ബുദ്ധിയുടെ പ്രമാണം തകരണം. അതാണ് കാര്യം. ബുദ്ധിയുടെ പ്രമാണമാണ് ഇത്ര ശബ്ദം എന്താണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇച്ചിരി പെതുക്കി ആരാധിച്ച പോലെ ദൈവത്തിന് കേൾക്കാൻ പറ്റത്തില്ലേ? ദൈവത്തിന് ചെവി കേൾക്കത്തില്ലേ? ഈ ചോദ്യമെല്ലാം തലമുട്ടയിൽ നിന്ന് വരുന്ന ബുദ്ധിയുടെ പ്രമാണമാണ്. എന്നാൽ ദൈവത്തിൽ ആരാധിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ്റെ മടിയിൽ സന്തോഷിക്കുന്ന പോലെ സന്തോഷിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അതാണ് ആരാധന. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നാം ഇവിടെ പരിസരം വളർന്ന ആൾക്കാരെ ഒന്നും നോക്കാതെ ലജ്ജ തോന്നാതെ അല്ലേ നമ്മൾ ആരാധിക്കുന്നത്? ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഞാൻ കൈ അടിക്കുമ്പം എങ്ങനെയാ എൻ്റെ മുഖം എങ്ങനെയാ ആൾക്കാർ നോക്കുന്നുണ്ടോ? ഒന്നും നമ്മളെ വിഷയമല്ല. ഹല്ലേലൂയ. നമ്മൾ കണ്ണു അടച്ചിരുന്ന് കരം അടിച്ച് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്. ഒരു ലജ്ജയും കൂടാതെ ആരാധിക്കുന്നതാണ് സത്യമായ ആരാധന. ഹല്ലേലൂയ. അപ്പോൾ ബുദ്ധിയുടെ പ്രമാണം തകരണം. അതുകൊണ്ട് ഈ തലയെല്ലാം തകരണം. അതിന് തലയും തകരണം. സ്വന്തം അങ്ങനെ ഒരു മാംസപിണ്ഡമായി വരും. അതുപേരാണ് ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നത്. സ്വന്തം ദൈവമാണ്. ആ ആരാധനയിൽ മാത്രമേ ദൈവം പ്രസാദിക്കുന്നുള്ളൂ. നമുക്ക് പുഴക്കാരൻ നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ആരാധന ഏകവിധമാണ്. സ്വന്തം. എന്നാൽ നമുക്ക് ജീവനുണ്ടോ?
നോക്കണം. ഒരു യഹൂദൻ അങ്ങനെ ആ ഒരു കാളക്കിടാവിനെ യാഗം കഴിക്കാൻ കൊണ്ടിരിക്കുക. തലേ ദിവസം രാത്രി അതിനെ ഒരുക്കി ഇരുത്തി രാവിലെ ബാലിക്കാരെ പറഞ്ഞാൽ ആ കാളക്കിടാവിനെ കൊണ്ടുവന്നു ഇപ്പോൾ യാഗത്തിന് പോകണം. അവൻ ചെന്നവൻ പറയാം, അയ്യോ അത് ചത്തു കിടക്കുന്നു. ഏമാനെ നമ്മൾ യാഗത്തിനായി കൊണ്ടുപോകാൻ ഒരുക്കി നിർത്തിയിരുന്ന കാളക്കിടാവ് ചത്തുപോയി. എടാ ഏതായാലും അതിനെയല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞേ, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവൻ ഒരു ഉളയ്ക്കാലോട്ടെ 4 കാല് വെച്ച് കെട്ടി 2 പേര് കുളത്തിൽ വെച്ചുകൊണ്ട് നടക്കുക. പുരോഹിതൻ്റെ അടുത്തോട്ട് ചെല്ലുക. പുരോഹിതൻ കണ്ടപ്പോൾ ഒരു പുതിയ കാഴ്ച. ഇതെന്താ അടുത്ത് വന്ന വിളിച്ചു, എന്തിനാ വരണേ, എന്നാ കാര്യം? യാഗത്തിന് വന്നതാണ്. പുരോഹിതൻ ഉറച്ച സ്ഥലത്തൊരു കാര്യം പറഞ്ഞു, യാഗവസ്തു ജീവനുള്ളതായിരിക്കണം. സത്യത്തിന് യാഗം കഴിപ്പാൻ വ്യവസ്ഥയില്ല. യാഗവസ്തുവിന് ജീവനോളം നമ്മൾ ജീവനുള്ളവരായിട്ടാണ് വന്നത്. ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മൾ മുറിയേണ്ടതെല്ലാം മുറിഞ്ഞോ? കൈയും കാലും ഒക്കെ ശരിയായോ? അതും ദഹിച്ചിട്ടുണ്ടോ? കാലും ഒക്കെ ദഹിച്ചോ? കൈയും ദഹിച്ചോ? തലമണ്ട ദഹിച്ചോ? ഹല്ലേലൂയ. ഒന്ന് നമ്മളെ തന്നെ വിലയിരുത്തണേ. സ്തോത്രം. തന്നെയല്ല, നമുക്ക് ഭാവവ്യത്യാസങ്ങളുണ്ടോ? അവൻ കാശുകാരന, ഞാൻ പാവപ്പെട്ടവന്, അവൻ വലിയ ആളോ, ഞാൻ എന്തോ ഉണ്ട്. മറ്റവൻ പറയും, എന്താടാ അവൻ്റെ ചോദ്യം, ഇതിനെയൊക്കെ നടുവിലാണോ നാം ആരാധിക്കേണ്ടത്? ഇങ്ങനെയുള്ള നടുവിലാണോ ആരാധന വേണ്ടത്? അല്ല. ആരാധന തീർച്ചയായിട്ടും ഭാവവ്യത്യാസങ്ങളില്ല, നിറവ്യത്യാസമില്ല, ഇതൊന്നും അവിടെ വിഷയമല്ല. കർത്താവ് പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ അത് വെള്ള നിറമെന്നോ കറുത്ത നിറമെന്നോ ഇരുനിറമെന്നോ ബ്രൗൺ കളറെന്നോ ഒന്നും വിഷയമല്ല. വ്യത്യസ്തമായ കളറുകളുള്ളവർ ആരാധിക്കാൻ വരും. സ്വന്തം കർത്താവ് എല്ലാവരും ഒരുപോലെ കാണുന്നത്. കർത്താവിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ആരാധിക്കുക. കാഹളം ധനിക്കുമ്പോൾ നാം എല്ലാവരും എങ്ങനെ ആകാൻ പോകുന്നത്? എല്ലാവരും ഒരേ തേജസ്സിനാൽ രൂപാന്തരപ്പെടുകയാണ്. സ്വർഗീയ ശൈലം പ്രാപിക്കുകയാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ നിറമൊക്കെ മാറി, ഹല്ലേലൂയ, സ്വർഗീയ ദൂതന്മാരെ പോലെ സ്വർഗ മഹിമകൾ ധരിച്ചവരായി ഇവിടുന്ന് കടന്നു പോവുകയാണ് സ്വർഗത്തോട്. അവനെതിരെ മേഘങ്ങൾ എടുക്കപ്പെടുകയാണ്. പ്രൈസറോ. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ ആരും അങ്ങോട്ടും ഇവിടെ നോക്കരുത്. ഞാൻ ആ പഠിച്ചത് അവൻ കറുത്തതാ, ഞാൻ അങ്ങനത്തെ ഇങ്ങനത്തെ കണ്ടില്ലേ, അത് പഠിച്ച് അവനിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ, ഇതൊന്നും പാടില്ല. അവനിട്ടത് ദൈവത്തിന് ഇഷ്ടമാണെന്നേ, അതും മതി എന്നേ. അവനെ കൊണ്ടതേ കഴിയത്തോളം ദൈവത്തിനറിയാം. അവന് കൂടുതൽ കൊടുക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? നിന്നേക്കാൾ മികച്ചത് ഇത് അടുത്ത ദിവസം അവനെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയത്തില്ലേ? അതിന് വ്യത്യസ്തമായ നിന്നുള്ള ചിന്താഗതികൾ ആരാധിക്കാൻ വരുമ്പോൾ ദൈവമക്കളെ പാടില്ല. നാം എല്ലാവരും ദൈവത്തിൽ ഒന്നുമാണ്, ഒരുപോലാണെന്നുള്ള ബോധം നമ്മളെ ഭരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയായി മുഴുവനായും നമ്മളെ ദഹിച്ച് ദൈവത്തിന് സുഗ്രാഹ്യമുള്ള യാഗമായി തീരുവാൻ ദൈവം ഒരു ദിവസങ്ങൾ ഇടയാക്കി തീർക്കട്ടെ. അങ്ങനെ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ദൈവം നമ്മളെ മാനിക്കും. ലോകത്തെ നടുവിൽ നാം ലജ്ജിതരാകുവാൻ ദൈവം സമ്മതിക്കയില്ല. ഹല്ലേലൂയ. കർത്താവിന് സമയമെടുത്തു. നമുക്ക് വളരെ ഉറുക്കമുള്ളവരായിരിക്കാം. കർത്താവിന് ഇത് ഇപ്പോൾ ഉറുക്കപ്പെടാം. എൻ്റെ പ്രിയൻ വാനിൽ കാരണത്തിൽ Glory.
പ്രാർത്ഥിക്കാം. നിങ്ങളെ നിത്യവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സ്തോത്രം ചെയ്യുന്നു. കടന്നു പോകുന്ന സമയങ്ങളിൽ